വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബൈബിൾ പഠന ശിബിരത്തിൻ്റെ 94-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ വെളിപാട് പുസ്തകത്തിൻ്റെ ആമുഖ ചിന്തകൾ നാം കൈമാറുകയായിരുന്നു. തുടർന്ന് വരുന്ന ഈ 94-ാമത്തെ എപ്പിസോഡിൽ വെളിപാട് പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പഠിക്കുവാനായി നാം സമയം കണ്ടെത്തുന്നു. 22 അധ്യായങ്ങളുള്ള വെളിപാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ വെളിപാടിൻ്റെ ഒരു പ്രാരംഭം നാം കാണുകയാണ്. 1-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വചനഭാഗത്തും അവസാനത്തെ അധ്യായമായ 22-ാം അധ്യായം 21-ാം തിരുവചനത്തിലും ഈ വെളിപാടിൻ്റെ ആരംഭവും അന്ത്യവും ലേഖന രൂപത്തിലാണെന്ന് നമുക്ക് വ്യക്തമാകും. തുടർന്ന് വരുന്ന കത്തുകൾക്കും ദർശനങ്ങൾക്കും കളമൊരുക്കുന്ന ആമുഖ രംഗമാണ് ആദ്യ അധ്യായം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവം തൻ്റെ ഏകജാതനായ ക്രിസ്തുവിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യം തൻ്റെ ദാസനായ യോഹന്നാന് പ്രത്യേകമായി ഫലമേൽപ്പിച്ചുകൊണ്ട് അവന് ലഭ്യമാകുന്ന ദർശനങ്ങൾ എഴുതി സൂക്ഷിക്കണമെന്ന് ദൈവം അല്ലെങ്കിൽ യേശു പ്രത്യേകമായിട്ട് അവനോട് ആഹ്വാനം ചെയ്യുകയാണ്. ക്രിസ്തുവിൻ്റെ ദർശനത്തെ തുടർന്ന് ആണ് 7 സഭകൾക്കുള്ള എഴുത്തുകളും തുടർന്നുള്ള ദർശനങ്ങളും നാം കാണുക. മനുഷ്യപുത്രന്റെ രൂപത്തിൽ ആഗതനാകുന്ന ദൈവപുത്രൻ മിശിഹ, ആ ഉദ്ധിതനായ യേശു രണ്ടാമത്തെ വിധിയാളനായി വരുന്നതിൻ്റെ സൂചനയാണ് നാം ഇവിടെ കാണുക. ആ ദർശനങ്ങളിലെ അന്തർധാരയെ കത്തുകളിലെ ആശയങ്ങളുമായി ബന്ധിച്ചുകൊണ്ടുള്ള ആമുഖ ദർശനമാണ് ഈ ഗ്രന്ഥത്തിന് ഏകീഭാവം നൽകുന്നത്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വചനഭാഗം ഇപ്രകാരം ആമുഖ ദർശനം നൽകിക്കൊണ്ട് ഈ കത്തുകളും ദർശനങ്ങളും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുകയാണ്. ആമുഖ ദർശനത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ക്രിസ്തുവാണ്. കത്തുകൾ എഴുതണമെന്ന് യോഹന്നാനോട് ആവശ്യപ്പെടുന്നതും ക്രിസ്തു തന്നെ. ഇപ്രകാരം കത്തുകൾ എഴുതുന്നതിന് ക്രിസ്തു ആവശ്യപ്പെടുന്നതായിട്ടാണ് വെളിപാട് പുസ്തകത്തിൽ ഓരോ കത്തിനോട് ചേർത്ത് നാം കാണുക. 2-ഉം 3-ഉം അധ്യായങ്ങളാണ് 7 സഭകൾക്കുള്ള കത്തുകൾ. അതിൽ 2-ാം അധ്യായം 1-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും 12-ാം വാക്യത്തിലും 18-ാം വാക്യത്തിലും 4 സഭകൾക്കുള്ള കത്തുകൾ എഴുതുവാൻ വിശുദ്ധ യോഹന്നാനോട് ക്രിസ്തു ആവശ്യപ്പെടുന്നതായിട്ട് സൂചിപ്പിക്കുന്നു. 3-ാം അധ്യായത്തിൽ 1-ാം തിരുവചനം, 7-ാം തിരുവചനം, 14-ാം തിരുവചനം ശേഷിക്കുന്ന 3 സഭകൾക്കുള്ള കത്തുകൾ എഴുതുവാൻ യോഹന്നാനോട് ആവശ്യപ്പെടുന്ന ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. കത്തുകൾ അയക്കുവാൻ ആവശ്യപ്പെടുന്ന ക്രിസ്തുവും ദർശനങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന വിജയശ്രീ ലാളിതനായ കുഞ്ഞാടും ഒരാൾ തന്നെയാണ്. വിശുദ്ധ യോഹന്നാൻ ഈ വെളിപാട് പുസ്തകത്തിന്റെ ആരംഭത്തിൽ യേശുവിനെ അവതരിപ്പിക്കുന്നത്
ആയിരിക്കുന്നവനും ആയിരുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്ത്യവുമാണ്. 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നതാണിത്. ഇത് ദൈവത്തിൻ്റെ ഉണ്മയെ, വർത്തമാനകാലത്തിന് മുമ്പുള്ള ഒരു ഭൂതകാല നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്നു, വർത്തമാനകാലത്തുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു, വരാനിരിക്കുന്ന കാലത്തുള്ള ഭാവി കാലത്തുള്ള ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. സർവശക്തനായ അങ്ങനെയുള്ള ഒരു ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്ത്യവുമാണ്, എനിക്കൊരു ആരംഭമില്ല, ഒരു അവസാനമില്ല, ഞാനൊരു തുടർച്ചയാണ് എന്ന് 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു. അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ആ വിജയശ്രീലാളിതനായ ആ ക്രിസ്തുവിൻ്റെ വലതു കൈയിൽ 7 നക്ഷത്രങ്ങൾ, അത് 7 സഭകളുടെ ദൂതന്മാരെ സൂചിപ്പിക്കുന്നു. അതുപോലെ സ്വർണദീപപീഠങ്ങൾ 7 കാണുന്നുണ്ട്, അത് 7 സഭകളെ പ്രതിനിധാനം ചെയ്യുന്നു. ഇപ്രകാരമുള്ള ഒരു ആമുഖ ദർശനം കൊടുത്തതിന് ശേഷമാണ് 7 സഭകൾക്കും എഴുതണമെന്ന് യേശു യോഹന്നാനോട് പറയുന്നത്. 1-ാം അധ്യായം പ്രകാരമുള്ള ഒരു ആമുഖ ദർശനവും യോഹന്നാനുള്ള ഒരു ആഹ്വാനവുമായി നാം കാണുകയാണ്. അത് തുടർന്ന് വരുന്ന അധ്യായങ്ങളെ ബന്ധപ്പെടുത്തുവാൻ ഉള്ള ഒരു വലിയ സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുക. തുടർന്ന് വരുന്ന അധ്യായങ്ങൾ 2-ഉം 3-ഉം അധ്യായങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 സഭകൾക്കുമുള്ള കത്തുകളാണ്. ആദ്യത്തേത് എഫേസസിലെ സഭയ്ക്കുള്ളതാണ്. 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനഭാഗം. രണ്ടാമത്തേത് സ്മിർനായിലെ സഭയ്ക്കുള്ള കത്താണ്. 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വചനഭാഗം. 3-ാമത്തേത് പെർഗമോസിലെ സഭയ്ക്കുള്ള കത്താണ്. 2-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വചനഭാഗം. 4-ാമത്തെ കത്ത് തിയത്തീറായിലെ സഭയ്ക്കുള്ള കത്താണ്. 2-ാം അധ്യായം 18 മുതൽ 29 വരെയുള്ള വചനഭാഗം. 5-ാമത്തെ കത്ത് സാർദീനിലെ സഭയ്ക്കുള്ളതാണ്. 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനഭാഗം. 4-ാമത്തെ കത്ത് ഫിലദൽഫിയയിലെ സഭയ്ക്കുള്ളതാണ്. 3-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വചനഭാഗം. അവസാനത്തെ 7-ാമത്തെ കത്ത് ലൗദീക്കയിലെ സഭയ്ക്കുള്ളതാണ്. 3-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വചനഭാഗം. ഇപ്രകാരം ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക് ഒന്നിനു പിന്നാലെ ഒന്നായി കത്തുകൾ എഴുതുവാൻ ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നതനുസരിച്ച് യോഹന്നാൻ അത് എഴുതുന്നതായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുക. ഈ സഭകളുടെ ബലവും ബലഹീനതകളും അഥവാ നന്മകളും കുറവുകളും എടുത്തു പറഞ്ഞ് തിന്മകളെ ശാസിച്ചും നന്മകളെ ശ്ലാഘിച്ചും ദാർശനികൻ എഴുതുകയാണ്. നമുക്കറിയാം, മതമർദ്ദന കാലത്ത് ആ മതമർദ്ദനത്തെ വിശ്വാസത്തോടുകൂടി ചേർത്തു നിന്ന ഈ 7 സഭകൾക്ക് കുറവുകളുണ്ട്, അതേസമയം നന്മകളുണ്ട്. നന്മകളെ ഈ ദാർശനികൻ ശ്ലാഘിക്കുന്നു, തിന്മകളെ അതിരൂക്ഷമായി വിമർശിച്ച് ശാസിക്കുന്നു. ക്രൈസ്തവരുടെ ക്ഷമാപൂർവമായ സഹനവും പീഡനങ്ങളുടെ മുമ്പിൽ പതറാത്ത വിശ്വാസവും ശ്ലാഘിക്കപ്പെടുന്നു. സ്നേഹത്തിലും വേദനയിലുമുള്ള മുന്നേറ്റവും സ്തുത്യർഹമാണ്. അവരുടെ സഹനത്തിലും കഷ്ടതയിലും അദ്ദേഹം സഹതാപം പ്രകടിപ്പിക്കുന്നുണ്ട്. ആരംഭത്തിലുണ്ടായിരുന്ന സ്നേഹതീഷ്ണത കുറഞ്ഞുപോയവരെ അവിടുന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഭൗതികതയിൽ മനം മയങ്ങി ആധ്യാത്മികതയിൽ താല്പര്യമില്ലാത്തവരെ ദാർശനികൻ കഠിനമായി ശാസിക്കുന്നു. വ്യാജ പ്രബോധകരെ സ്വീകരിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നു. പീഡനങ്ങളും ക്ലേശങ്ങളും ദൈവപദ്ധതിയുടെ പൂർത്തീകരണത്തിന് ആവശ്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഇതാണ് ഈ 7 സഭകൾക്കുള്ള 7 കത്തുകളിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. അടുത്തതായി 4-ാം അധ്യായത്തിലേക്ക് നാം കടക്കുമ്പോൾ 4-ഉം 5-ഉം അധ്യായങ്ങൾ ദർശനങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ
ദർശനത്തിൽ സഭകൾക്കുള്ള കത്തുകൾക്ക് പിന്നാലെ വരുന്ന ഈ ദർശനത്തിൽ ഒരു രാജസദസ്സാണ് അവതരിപ്പിക്കുക. ഇതേവരെ ഭൂമിയിലായിരുന്ന ദാർശനികൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. രാജകീയ സദസ്സിനെയും ദേവാലയത്തെയും അനുസ്മരിപ്പിക്കുന്ന ഒരു രംഗത്തേക്കാണ് അദ്ദേഹം ആത്മാവിൽ അനീതനാകുന്നത്. ഇവിടെ മോശയുടെയും യേശയ്യായുടെയും എസെക്കിയേലിന്റെയും ദാനിയേലിന്റെയും ദൈവദർശനങ്ങളെ അനുസ്മരിപ്പിക്കുന്നവയാണ് യോഹന്നാൻ ഉണ്ടാകുന്ന ദൈവദർശനം. പഴയ ഉടമ്പടിയിലെ ഈ 4 ഗ്രന്ഥങ്ങളിലുള്ള ദൈവീക ദർശനങ്ങളെ ചുവട് പിടിച്ചുകൊണ്ടാണ് പുതിയ ഉടമ്പടിയിലെ ഈ വെളിപാട് പുസ്തകത്തിലെ ദർശനങ്ങൾ ഇവിടെ അവതരിപ്പിക്കുക. മോശയുടെ ദർശനം പുറപ്പാടിന്റെ പുസ്തകം 24-ാം അധ്യായം 10-ാം തിരുവചനത്തിലും, യേശയ്യയുടെ ദർശനം യേശയ്യ 6:1-5-ലും, എസെക്കിയേലിന്റെ ദർശനം എസെക്കിയേൽ 1-ാം അധ്യായത്തിലും, ദാനിയേലിന്റെ ഉണ്ടായ ദർശനം അവതരിപ്പിക്കുന്ന ദർശനം ദാനിയേൽ 7-ാം അധ്യായത്തിലും നാം പ്രത്യേകമായിട്ട് കാണുന്നു. സിംഹാസനാരൂഢനായ ദൈവത്തിന്റെ സന്നിധിയിൽ ആസനസ്ഥനായിരിക്കുന്ന 24 ശ്രേഷ്ഠന്മാരുടെ പ്രതീകമാണ് സഭ. ആ ശ്രേഷ്ഠന്മാർ സഭയുടെ പ്രതീകമാണ്. നിങ്ങൾ എന്നോടുകൂടി ന്യായവിധി നടത്തുമെന്ന യേശുവിന്റെ വാക്കുകളുടെ പൂർത്തീകരണം എന്ന വണ്ണം 24 ശ്രേഷ്ഠന്മാർ ഈ സിംഹാസനാരൂഢനായ ദൈവത്തിന്റെ സന്നിധിയിൽ ആസനസ്ഥനായിരിക്കുന്നു. ഇവിടെ ആരംഭിച്ചിരിക്കുന്നു ഓരോ രംഗവും. ഇവിടെ ആരംഭിക്കുകയാണ് ഓരോ രംഗവും. സിംഹാസനാരൂഢനായ യേശുവിന്റെ കയ്യിലുള്ള മുദ്രിത ഗ്രന്ഥം ദൈവീക പദ്ധതിയുടെ നിഗൂഢതയുടെ പ്രതീകമാണ്. ഒരാൾക്കൊഴികെ മറ്റാർക്കും അതിന് ചുരുളുകൾ നിവർത്താനായില്ല. 7 മുദ്രകളുള്ള ആ പുസ്തകം തുറക്കുവാൻ വിളിക്കുമ്പോൾ അതിന്റെ 7ാമത്തെ മുദ്ര തുറക്കുവാൻ കെൽപ്പുള്ള ഒരൊറ്റയാൾ മാത്രം. അദ്ദേഹത്തെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് യൂദയായിൽ നിന്നുള്ള സിംഹവും കൊല്ലപ്പെട്ടതുപോലെ തോന്നിക്കുന്ന കുഞ്ഞാടുമായ യേശുവിന് മാത്രമാണ് അതിൻ്റെ ചുരുളുകൾ എല്ലാം അഴിക്കുവാൻ സാധിക്കുന്നത്. സിംഹം എന്നുള്ള പ്രതീകം ബലത്തെ സൂചിപ്പിക്കുന്നു. കുഞ്ഞാട് എളിമയെ സൂചിപ്പിക്കുന്നു. ദൈവം എളിമയുള്ളവനാണ്, അതേസമയം തന്നെ ബലമുള്ളവനാണ്. എളിയവനെങ്കിലും സിംഹത്തെ പോലെ വൈരിയെ തോൽപ്പിക്കുവാൻ കെൽപ്പുള്ളവനാണ് ദൈവം. അവൻ ദൈവിക പദ്ധതിയുടെ ചുരുൾ നിവർത്തുന്നു. ദർശനങ്ങൾ വീണ്ടും തുടരുകയാണ്. അവ ദൈവിക പദ്ധതിയുടെ സാക്ഷാത്കാരത്തിൽ സംഭവിക്കുവാൻ പോകുന്നവയുടെ ചിത്രീകരണമാണ്. തുടർന്ന് വരുന്ന അധ്യായങ്ങൾ 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ, 6, 7, 8 അധ്യായങ്ങൾ 7 മുദ്രകൾ അവതരിപ്പിക്കുന്നതാണ്. കുഞ്ഞാട് തുറക്കുന്ന മുദ്രകൾ ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്ന വിപത്തുകളെ സൂചിപ്പിക്കുന്നു. ആദ്യത്തെ 4 മുദ്രകൾ അഴിച്ചുവിടുന്ന യുദ്ധവും ദാരിദ്ര്യവും പകർച്ചവ്യാധിയും യുഗാന്ത്യത്തിൽ മാത്രമല്ല എന്നും സംഭവിക്കുന്ന വിപത്തുകളാണ്. ദാർശനികൻ അവയെ അന്ത്യകാലത്തിന്റെ അടയാളമായി കാണുന്നു. 4 മുദ്രകൾ യുദ്ധം, ദാരിദ്ര്യം, പകർച്ചവ്യാധി എന്നുള്ളവ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് ഭൂമിയിൽ അന്ത്യകാലത്തിന്റെ അടയാളം വിതറുന്ന കാര്യമായിട്ട് മനസ്സിലാക്കുകയാണ്. 5ാമത്തെ മുദ്ര പീഡിതരായ വിശ്വാസികളുടെ ദൃശ്യമാണ് കാഴ്ചവെക്കുന്നത്. 6ാമത്തെ മുദ്രയാകട്ടെ പ്രപഞ്ചത്തെ ഉലയ്ക്കുന്ന വിഷുബ്ധതയുടെ ചിത്രമാണ്. അതിനുശേഷം സഭകളുടെ മേലുള്ള ദൈവത്തിന്റെ പ്രത്യേക പരിരക്ഷണത്തെ സൂചിപ്പിക്കുന്ന 2 ദർശനങ്ങളാണ് അവതരിപ്പിക്കുക. ഒന്ന്, ദൈവത്തിൻ്റെ വിശ്വസ്തദാസന്മാർ മുദ്രയടിക്കപ്പെടുന്നത്. 2, സ്വർഗീയ സമൂഹം
ദൈവത്തിനു മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നത്. ഇതാണ് 7-ാം അധ്യായത്തിൽ നാം കാണുക. വിശ്വാസത്തെ പിടിച്ചുലയ്ക്കുന്ന സംഭവ വികാസങ്ങൾക്കിടയിലും ദൈവിക സംരക്ഷണയിൽ പ്രശാന്തമായി കഴിയുന്ന സഭയുടെ ചിത്രമാണിത്. ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ദൈവത്തിൻ്റെ പരിരക്ഷയിൽ സഭ ശാന്തമായി അതിനെ അതിജീവിക്കും എന്നുള്ള ആ സത്യം വ്യക്തമാക്കുകയാണ്. ഇനിയും 7-ാമത്തെ മുദ്രയിൽ ആകാംക്ഷാപൂർവം പ്രതീക്ഷിക്കുന്ന ഒന്നും സംഭവിക്കുന്നില്ല, ദീർഘനിശബ്ദത മാത്രം. ഇത് തുടർന്നുള്ള ഇടിമുഴക്കത്തിനും മിന്നൽ പിണറിനും ഭൂമികുലുക്കത്തിനും മുന്നോടിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ മനുഷ്യന് നേരിടുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഇവയ്ക്കിടയിലും ദൈവത്തിൻ്റെ പരിരക്ഷ അനുഭവിക്കുന്നു. ഇതൊന്നും ദൈവം തരുന്ന സമാധാനം നശിപ്പിക്കുന്നതല്ല. ആ ദൈവത്തിൻ്റെ പരിരക്ഷ ദാർശനികൻ ഇവർക്ക് ആശംസിക്കുകയാണ്. ധൈര്യമായിരിക്കുക, ആത്യന്തിക വിജയം ദൈവത്തിൻ്റെതാണ്. എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ദൈവത്തിൻ്റെതായ വിജയവും സംരക്ഷണവും നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് ആ സമൂഹത്തെ ബലപ്പെടുത്തുകയാണ് ദാർശനികൻ. തുടർന്ന് വരുന്ന അധ്യായങ്ങളിൽ 8, 9, 10, 11 4 അധ്യായങ്ങളിൽ സപ്തകാഹളങ്ങളാണ് നാം കേൾക്കുക. 7-ാം മുദ്രയുടെ ഭേദനം തുടർന്നുള്ള സംഭവ പരമ്പരകളെ അഴിച്ചുവിടുകയാണ്. മുദ്രകളുടെ ദർശനം ആരംഭിക്കുന്നത് പോലെ കാഹളങ്ങളുടെ വിവരണം ആരംഭിക്കുന്നതും സ്വർഗീയമായ ഒരു സദസ്സിലാണ്. 7 മാലാഖമാർ അവിടെ സന്നിഹിതരാണ്. മറ്റൊരു മാലാഖ വിശ്വാസികളുടെ പ്രാർത്ഥന സുഗന്ധധൂപം പോലെ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ്. പീഡിതരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകൃതമാണെന്ന് സൂചിപ്പിക്കുന്നു. അതേ തുടർന്നുള്ള കാഹള ധ്വനികൾ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന ആപത്തുകളുടെ മുന്നറിയിപ്പുകളാണ്. 1-ാമത്തെ കാഹളത്തോട് ചേർന്ന് സംഭവിക്കുന്നത് തീയും കൽമഴയും. 2 കത്തുന്ന ഒരു പർവ്വതം. 3 കത്തുന്ന നക്ഷത്രം. 4 സൂര്യചന്ദ്ര നക്ഷത്ര ഗ്രഹണം. ഈ 4 കാര്യങ്ങളാണ് ഈ അധ്യായങ്ങളിലുള്ള ഒരു ദർശനത്തിൻ്റെ വിഷയം. തീയും കൽമഴയും, കത്തുന്ന പർവ്വതവും, കത്തുന്ന നക്ഷത്രവും, സൂര്യചന്ദ്ര നക്ഷത്ര ഗ്രഹണവുമൊക്കെ മനുഷ്യന്റെ തിന്മകളുടെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി ആയി യോഹന്നാൻ അവതരിപ്പിക്കുകയാണ്. ഈജിപ്തിലെ ബാധകളെ അത് അനുസ്മരിപ്പിക്കുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുക. പുറപ്പാടിന്റെ പുസ്തകം 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ ഈജിപ്തിൽ സംഭവിക്കുന്ന ബാധകൾ, അതിന് തുല്യമായിട്ടുള്ള ഏതാനും സംഭവങ്ങളാണ് ഇവിടെ ആദ്യത്തെ 4 കാഹളങ്ങളോട് ചേർന്ന് സംഭവിക്കുന്നത്. മനുഷ്യൻ തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം ന്യായവിധി നടപ്പാക്കുന്നത് ഈ തരത്തിലുള്ള ശിക്ഷകളിലൂടെയാണ് എന്ന് യോഹന്നാൻ വ്യക്തമാക്കി കൊടുക്കുന്നു. 5-ാമത്തെ കാഹളം വെട്ടുകിളികളെ അഴിച്ചുവിടുകയാണ്. 6-ാമത്തെ കാഹളം കുതിര പടയാളികളെയും പുറപ്പെടുവിക്കുന്നു. വെട്ടുകിളി നാശം വിതയ്ക്കുന്ന പ്രതീകമാണ്. കുതിരപ്പടയാളികൾ യുദ്ധത്തിൻ്റെ പ്രതീകമാണ്. എന്നാൽ 7-ാം കാഹളത്തിന് മുമ്പായിട്ട് ദാർശനികന് ഒരു ചെറുഗ്രന്ഥം വിഴുങ്ങുവാൻ നൽകപ്പെടുന്നു. ദാർശനികന്റെ മുമ്പിൽ ഈ ചുരുളുകളെടുത്ത് നീ വിഴുങ്ങുക എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ദാർശനികൻ ദേവാലയവും ബലിപീഠവും അളക്കുന്നതായ രംഗങ്ങൾ അവിടെ അരങ്ങേറുകയാണ്. ദേവാലയവും ബലിപീഠവും അളക്കുക, അങ്ങനെയുള്ള ഒരു ദർശനം ലഭിച്ചു കഴിയുമ്പോൾ 7-ാമത്തെ കാഹളം മുഴങ്ങുന്നു. 7-ാമത്തെ കാഹളങ്ങൾ മുഴങ്ങുമ്പോൾ സ്വർഗത്തിൽ വിജയകീർത്തനം ആരംഭിക്കുകയാണ്. ഇത് ദൈവത്തിന്റെ ഇടപെടലും വിശ്വാസികൾക്കുള്ള വിജയവും സൂചിപ്പിക്കുകയാണ്. വിജയകീർത്തനം ദൈവത്തിന്റെ വിജയശ്രീലാളിതനായ ദൈവത്തിന്റെ സാന്നിധ്യവും നടത്തിപ്പും അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു. ഇതാണ് 7-ാമത്തെ കാഹളത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത് പോലെ 6 കാഹളങ്ങളും അവരുടെ തിന്മകളുടെ പ്രതീകമായിട്ട് ദൈവം കൊടുക്കുന്ന ബാധയെയൊക്കെ സൂചിപ്പിക്കുമ്പോൾ 7-ാമത്തെ കാഹളം പ്രത്യാശ നൽകുന്ന ദൈവാരാധനയുടെ
അല്ലെങ്കിൽ വിജയകീർത്തനത്തിന്റെ ആരവം മുഴങ്ങുന്ന ഒരു കാഹളമായിട്ട് അതിനെ ഈ വെളിപാട് പുസ്തകത്തിൽ അവതരിപ്പിക്കുകയാണ്. തുടർന്ന് വരുന്ന അധ്യായങ്ങൾ 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ. 12-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഒരു ഭീകര സത്വത്തെയാണ്, ഒരു കരാള സർപ്പം. അതുപോലെ തന്നെ കുഞ്ഞാടിന്റെ ചിത്രങ്ങൾ നമ്മൾ തുടർന്ന് വരുന്ന അധ്യായങ്ങളിൽ കാണുന്നു. അപ്പോൾ ഭീകര സത്വവും കുഞ്ഞാടും അവതരിപ്പിക്കപ്പെടുന്ന അധ്യായങ്ങളാണ് 12, 13, 14 അധ്യായങ്ങൾ. ഇവിടെ കരാള സർപ്പവും കുഞ്ഞാടും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ രംഗം അവതരിപ്പിക്കുന്നു. സർപ്പം തിന്മയുടെ മൂർത്തിഭാവമാണ്. ദൈവവും തിന്മകളുടെ ശക്തികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സംഘട്ടനമാണ് നാം ഇവിടെ കാണുക. ദൈവവും പിശാചും തമ്മിലുള്ള ഏറ്റുമുട്ടല് അതിലെപ്പോഴും ദൈവം വിജയിക്കും എന്നുള്ള ഒരു കാര്യം. സർപ്പം പരാജയപ്പെടുകയാണ്. കടലിൽ നിന്ന് ഉയർന്ന മൃഗത്തിന്, അതിനുശേഷം വരുന്ന ഒരു മൃഗത്തിന് ശക്തി പകരുകയാണ് ഈ സർപ്പം. കടലിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു മൃഗം ദൈവത്തിന് ലഭിക്കേണ്ട ബഹുമാനവും വണക്കവും തനിക്കായി അവകാശപ്പെടുകയാണ്. ഇത് റോമാ സാമ്രാജ്യത്തിന്റെ പ്രതീകമാണ്. 7 തലകളും 10 കൊമ്പുകളും അതുപോലെ ചുവന്ന രത്നങ്ങൾ പതിച്ച കിരീടവുമുള്ള ഒരു മൃഗം റോമാ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് നാം കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി. 7 തലകൾ ഡൊമീഷ്യന് മുമ്പുള്ള 7 റോമൻ ചക്രവർത്തിമാരായിട്ടാണ് കരുതപ്പെടുന്നത്. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് നടക്കുന്ന ഭീകരമായ മതമർദ്ദനത്തിന് പിന്നിൽ അഗസ്റ്റസ് സീസർ മുതൽ ഉള്ള 7 റോമൻ ചക്രവർത്തിമാര് ഉണ്ടായിരുന്നു. അവരെ സൂചിപ്പിക്കുന്നതാണ് ഈ 7 തലകൾ. രാജാവിനെ ആരാധിക്കുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന പുരോഹിതന്മാരാണ് 2ാമത്തെ മൃഗം. സഭ തീവ്രമായ മതമർദ്ദനത്തെ അതിജീവിക്കുമെന്ന് ദാർശനികൻ വ്യക്തമാക്കി തരികയാണ്, ഉറപ്പ് നൽകുകയാണ്. ആത്യന്തികമായ വിജയം കുഞ്ഞാടിന് തന്നെ എന്ന് വ്യക്തമാകും. വിഗ്രഹാരാധനയിൽ ഉൾപ്പെടാത്തവർക്ക് സ്വർഗീയ ഗാനം ശ്രവിക്കുവാൻ സാധിക്കുന്നു. അവർ കുഞ്ഞാടിനോടൊപ്പം നടക്കും. ദൈവജനത്തിന്റെ പീഡകർ ശിക്ഷിക്കപ്പെടും. ബാബിലോൺ റോമാ സാമ്രാജ്യം നിപതിക്കും. വെളിപാട് 14:8 വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ബാബിലോണും റോമും എല്ലാം നിപതിക്കും എന്ന്. ദൈവവിരോധികളായിട്ട് മതമർദ്ദകരായിട്ടുള്ളവർ കോപത്തിന്റെ ശക്കിലിട്ട് വിധിക്കപ്പെടും. 14-ാം അധ്യായം 19ഉം 20ഉം തിരുവചനങ്ങൾ ഇപ്രകാരം ദൈവവിരോധികൾ കോപത്തിന്റെ ശക്കിൽ ഞെരിക്കപ്പെടുന്നത്, മെതിക്കപ്പെടുന്നത് അവതരിപ്പിക്കുകയാണ്. തുടർന്ന് വരുന്ന അധ്യായങ്ങൾ 15ഉം 16ഉം അധ്യായങ്ങൾ സപ്തദശകങ്ങൾ ആണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ സപ്തദശകങ്ങളുടെ ദർശനം ആരംഭിക്കുകയാണ്. വെളിപാട് 15 7 പാത്രങ്ങളാണ് അതിലുള്ളത്. ആ സപ്തദശകങ്ങളുടെ ഉള്ളടക്കം, അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നാണ് തുടർന്ന് വരുന്ന ഭാഗത്ത് വ്യക്തമാകുന്നത്. 7 മാലാഖമാർ 7 പാത്രങ്ങളുമായി പ്രവേശിക്കുന്നു. വൃണങ്ങളും രക്തവും അത്യുത്കൃഷ്ടവും അത്യുഷ്ണവും വരൾച്ചയും അന്ധകാരവും ഭൂകമ്പവും ഒക്കെ ആണ് ഈ പാത്രങ്ങളിലുള്ളത്. വ്രണങ്ങള്, രക്തം, അത്യുഷ്ണം, വരൾച്ച, അന്ധകാരം, ഭൂകമ്പം, ഇതെല്ലാം ഈ പാത്രങ്ങളിൽ 7 മാലാഖമാർ കൊണ്ടുവരുന്ന 7 പാത്രങ്ങളിൽ ഉണ്ട്. ഈജിപ്തിലെ ബാധകളെ ഇത് സൂചിപ്പിക്കുന്നു എന്നാണ് ബൈബിൾ പണ്ഡിതർ പറയുക. അവിശ്വാസികളുടെ മാനസാന്തരത്തിന് ഇപ്രകാരമുള്ള കഷ്ടതകൾ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യന് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന 7 ചഷകങ്ങളിൽ 6 നമ്മൾ ഇപ്രകാരമാണ് കണ്ടത്. അവിടെ അവിശ്വാസികളായി പാപികളായിട്ടുള്ളവരുടെ മാനസാന്തരം ലക്ഷ്യമിടുന്നു. 16-ാം അധ്യായം 9ഉം 11ഉം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ അത് കാണുകയാണ്. തുടർന്ന് വരുന്ന ഭാഗം ബാബിലോണിന്റെ പതനം അവതരിപ്പിക്കുന്ന ഭാഗമാണ്. വെളിപാടിന്റെ പുസ്തകം 17ഉം 18ഉം 19ഉം അധ്യായങ്ങൾ ബാബിലോണിന്റെ പതനത്തെ അവതരിപ്പിക്കുന്ന വേദഭാഗമാണ്. ജലസഞ്ചയത്തിന് മീതെ ഉപവിഷ്ടനായിരിക്കുന്ന ഒരു മഹാവേശ്യ, ആ വേശ്യയുടെ വിചാരണയും വിധിയുമാണ് അടുത്ത രംഗമായിട്ട് അവതരിപ്പിക്കുക.
ജലസഞ്ചയത്തിന് മീതെ ഉപവിഷ്ടയായിരിക്കുന്ന മഹാവേശ്യ, അവളുടെ വിചാരണ വിധി ഈ രംഗത്തിന്റെ ഉള്ളടക്കമാണ്. റോമ എന്ന് പറയുന്നത് പ്രൗഢിയുടെയും പ്രതാപത്തിന്റെയും അതേസമയം തന്നെ ധാർമ്മികമായ അധഃപതനത്തിന്റെയും പ്രതീകമാണ്. സമ്പത്തിൽ മതിമറന്ന് ആധ്യാത്മികത നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രതീകം. ധാർമ്മികമായ അധഃപതനം അവരുടെ പ്രത്യേകതയാണ്. അതേസമയം തന്നെ ഒരു പ്രതാപത്തിൽ മറ്റു രാജ്യങ്ങളെ വെല്ലുന്നതാണ്. ഇപ്രകാരമുള്ള ഒരു സാഹചര്യത്തിൽ റോമ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രത്യേകമായ പദ്ധതിയോട് ചേർന്ന് നിൽക്കാത്ത ഒരു രാജ്യം എന്ന രീതിയിലാണ്. പഴയ ഉടമ്പടിയിൽ പ്രവാചകന്മാര് വിഗ്രഹാരാധനയെ വേശ്യാവൃത്തിയുമായിട്ടാണ് താരതമ്യപ്പെടുത്തുക. നല്ലവനായ ഏകദൈവത്തിൽ നിന്നും അകന്ന് മറ്റു ദൈവങ്ങളെ ആരാധിക്കുവാൻ പോകുമ്പോൾ ഒരു വിവാഹബന്ധത്തിലെ വിശ്വസ്തയായ ഭാര്യയെ വിട്ട് മറ്റ് പുരുഷന്മാരുടെ കൂടെ പോകുന്ന പരസംഗത്തിന് പോകുന്ന സ്ത്രീക്ക് തുല്യമാണ് അത്. അതുകൊണ്ട് റോമ മഹാവേശിയാണെന്ന് ദാർശനികൻ വിഭാവനം ചെയ്യുന്നു. 7 തലകൾ 7 രാജാക്കന്മാരെ സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. 17-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ 7 തലകൾ 7 രാജാക്കന്മാരെ സൂചിപ്പിക്കുന്നു എന്ന് വ്യക്തമാകുന്ന ഭാഗം ഉണ്ട്. അഗസ്റ്റസ് സീസർ മുതൽ ഡൊമീഷ്യൻ വരെയുള്ള 7 രാജാക്കന്മാരെയാണ് ദർശനത്തിൽ കാണുന്ന 7 തലകൾ സൂചിപ്പിക്കുക. ആരൊക്കെയാണ് ഈ 7 രാജാക്കന്മാര്? അഗസ്റ്റസ്, തിബേരിയസ്, കലിഗുല, ക്ലോഡിയസ്, നീറോ, വെസ്പേഷ്യൻ, ടൈറ്റസ്. ഈ 7 രാജാക്കന്മാരാണ് ഈ റോമില് മതമർദ്ദനം അഴിച്ചുവിട്ട് സഭയെ പീഡിപ്പിച്ചവർ. ഡൊമീഷ്യൻ നീറോയുടെ പുനരവതാരം എന്നാണ് യോഹന്നാന്റെ ദർശനത്തിൽ അവതരിപ്പിക്കുക. നീറോ ചക്രവർത്തിയുടെ കാലത്താണ് വലിയ മതമർദ്ദനം ഉണ്ടായിരുന്നത് എങ്കിൽ ഇവിടെ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ സമയത്ത് അത് ആവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഡൊമീഷ്യൻ നീറോയുടെ പുനരവതാരം ആണ് എന്ന് പറയുന്നത്. ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഇല്ലാത്തവനുമായ മൃഗം, അത് നീറോയെ സൂചിപ്പിക്കുന്നു. വീണ്ടും ബാബിലോണിന്റെ പതനത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുക. ബാബിലോണിന്റെ പതനം ആസന്നമാണെന്ന് വെളിപാട് പുസ്തകം സാക്ഷിക്കുന്നു. ബാബിലോണിന്റെ മേലുള്ള വിധിയും പതനവും ഒരു വിലാപമായി അവതരിപ്പിക്കുന്നു. 18-ാം അധ്യായം 2-3 വചനങ്ങളിൽ ഇതൊരു വിലാപമായിട്ട് അവതരിപ്പിക്കപ്പെടുകയാണ്. രാജാക്കന്മാരും വ്യാപാരികളും നാവികരും ബാബിലോണിന്റെ വീഴ്ചയിൽ വിലപിക്കുന്നവരാണ്. കാരണം അവർക്കുണ്ടാവുന്ന സമ്പാദ്യത്തെ അത് ബാധിക്കും. അതുതന്നെ നഗരം സർവ തിന്മകളുടെയും ദൈവവിരുദ്ധ മനോഭാവത്തിന്റെയും മൂർത്തിഭാവമാണ്. ദൈവത്തിന്റെ വിധി ബാബിലോണിനെ നിബന്ധിപ്പിക്കും. ഈ ഒരു വലിയ സന്ദേശമാണ് ഈ ഭാഗത്ത് നൽകപ്പെടുക. പ്രത്യേകിച്ചും 18-ാം അധ്യായത്തില് അവിടെ ഒരു വിലാപമായിട്ട് ഇതിന്റെ പതനത്തെ അവതരിപ്പിക്കുകയാണ്. ഈ വിലാപത്തിന് ശേഷം 2 വിജയഗീതങ്ങളാണുള്ളത്. 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനഭാഗത്ത് 2 വിജയഗീതങ്ങൾ കേൾക്കാം. ഇതിൽ സഭയുടെ ഗീതം കുഞ്ഞാടിന്റെ വിവാഹ ഗീതമാണ്. കുഞ്ഞാടിന്റെ വിവാഹത്തെക്കുറിച്ച് പറയുന്നു സ്ഥലത്ത് കുഞ്ഞാടിന്റെ വിവാഹ ഗീതം അവതരിപ്പിക്കുകയാണ്. മെസ്സയ ആയ കുഞ്ഞാടും സഭയും തമ്മിലുള്ള വിവാഹമാണിത്. വെളിപാടിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം മിശിഹായാകുന്ന കുഞ്ഞാട് വിശ്വാസ സമൂഹമാകുന്ന സഭയാകുന്ന ആ വ്യക്തി, അപ്പൊ സഭയും യേശുവും തമ്മിലുള്ള വിവാഹം എന്ന് പുതിയ ഉടമ്പടിയിൽ നാം പറയുന്നത് പോലെ നമ്മുടെ വിവാഹത്തിന്റെ ഒക്കെ അടിസ്ഥാനമായിട്ട് ദൈവവും സഭയും തമ്മിലുള്ള ബന്ധം പോലെ ആയിരിക്കണം വിവാഹ ജീവിതത്തിലെ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് സഭ പഠിപ്പിക്കുമ്പോൾ ഈ വേദഭാഗവും അതിന് പിൻബലം നൽകുന്ന ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാകും. അവസാനമായി ഈ വെളിപാട് ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്തേക്ക് നാം വരുമ്പോൾ 19-ാം അധ്യായം 11-ാം തിരുവചനം മുതൽ 22-ാം അധ്യായം 21-ാം തിരുവചനം വരെയുള്ള ഭാഗമാണ് ഈ വെളിപാട് പുസ്തകത്തിന്റെ
അവസാനമായി വരുന്ന ഭാഗം. 19, 20, 21, 22 അധ്യായങ്ങൾ, ഏകദേശം 4 അധ്യായങ്ങൾ ഇതിൻ്റെ ഒരു ആകത്തുകയായി അവതരിപ്പിക്കുകയാണ്. അവിടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും അവതരിപ്പിച്ചുകൊണ്ടാണ് ദാർശനികൻ ഈ വെളിപാട് പുസ്തകം അവസാനിപ്പിക്കുന്നത്. ഈ യുഗത്തിൻ്റെ അന്ത്യവും പുതുയുഗത്തിൻ്റെ പ്രാരംഭവും കുറിച്ചുകൊണ്ട് ഒരു അവസാനം ഈ ഗ്രന്ഥത്തിന് നൽകുകയാണ്. ഇപ്രകാരമുള്ള പീഡനങ്ങളും പീഡകളും പതനങ്ങളും വിരാമങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ദർശനങ്ങളും അതുപോലെ ഉള്ള കാര്യങ്ങളെല്ലാം നാം കണ്ടതിന് ശേഷം അതിൻ്റെ അന്ത്യം ശുഭകരമാണ് എന്ന് കാണിക്കത്തക്കവണ്ണം പുതിയ ഒരു യുഗത്തിൻ്റെ പിറവിയെക്കുറിച്ച്, പുതിയ ഒരു ആകാശത്തിൻ്റെയും പുതിയ ഒരു ഭൂമിയുടെയും ആഗമനത്തെക്കുറിച്ച് ഈ ഗ്രന്ഥകാരൻ വ്യക്തമാക്കുന്നു. ശക്തനായ യോദ്ധാവും വിധിയാളനുമായ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുകയാണ്. അവിടുന്ന് ശത്രുനിരകളെ പരാജിതരാക്കും. ദൈവവിരുദ്ധ ശക്തികളും വിശുദ്ധന്മാരും തമ്മിൽ ഏറ്റുമുട്ടും. വിരുദ്ധ ശക്തികൾ പരാജിതരാകും. വിശുദ്ധരായിട്ടുള്ള മനുഷ്യര് ജയം പ്രാപിക്കും എന്നുള്ള വലിയ സന്ദേശം ഈ വേദഭാഗത്ത് നൽകുകയാണ്. സാർവത്രികമായ ഒരു വിധിയാണ് പിന്നീട് നടക്കുന്നത്. പിശാചും മരണവും നശിപ്പിക്കപ്പെടും. തിന്മകളുടെ ശക്തി, അതിൻ്റെ സംഹാരം പൂർത്തിയായി. സൃഷ്ടി മുഴുവനും നവീകരിക്കപ്പെടുകയാണ്. സൃഷ്ടിജാലം മഹത്വം അണിയുന്നു. ഇതോടെ പുതിയ ഒരു ആകാശവും പുതിയ ഒരു ഭൂമിയും സംജാതമാകും. ഈ പശ്ചാത്തലത്തിലാണ് നാം പറയുന്നത് ലോകം അവസാനിക്കുമെന്ന്. ഈ ലോകത്തിലെ തിന്മകൾ വർദ്ധിക്കുമ്പോൾ മനുഷ്യർ പറഞ്ഞു പോകുന്നതാണ്, ഈ തിന്മകൾ കൂടുതലുള്ള ഈ ലോകം അവസാനിച്ചിട്ട് ശാന്തിയും സമാധാനവുമുള്ള ദൈവത്തിൻ്റെ ഭരണം നടക്കുന്ന ഒരു രാജ്യം സംജാതമാകുമെന്ന് വിശ്വാസികൾ പലപ്പോഴും ചിന്തിക്കാറും പറയാറുമുണ്ടല്ലോ. ഈ വെളിപാട് പുസ്തകം അങ്ങനെ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുക. സൃഷ്ടിജാലം മഹത്വം അണിയുമ്പോൾ പുതിയ ഒരാകാശവും പുതിയ ഭൂമിയും കടന്നു വരും. അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് സ്വർഗീയ ജെറുസലേമാണ്. ഈ ലോകത്തിൽ ജെറുസലേമുണ്ട്, പക്ഷേ ആ ജെറുസലേം എപ്പോഴും യുദ്ധഭൂമിയാണ്. നമുക്കറിയാം, നമ്മുടെ കാലഘട്ടത്തിൽ പോലും ജെറുസലേമിൽ എപ്പോഴും യുദ്ധമാണ്. പക്ഷേ ഈ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അടങ്ങുന്ന ആ പ്രപഞ്ചത്തിൽ അതിന് കേന്ദ്രമായി തലസ്ഥാനമായി കാണാൻ പോകുന്നത് സ്വർഗീയ ജെറുസലേമാണ്. ദാർശനികന്റെ വിവരണം അപ്രകാരമാണ്. അവിടെ ദേവാലയങ്ങളില്ല, കുഞ്ഞാടാണ് ദേവാലയം. ഈ കുഞ്ഞാട് യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇവിടെ യേശുവാകുന്ന കുഞ്ഞാടിനെ ആരാധിക്കുന്നവര്, ഇപ്പോൾ ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകാത്ത ഈ കുഞ്ഞാടിനെ ആരാധിക്കുന്ന ഒരു സമയം വരും എന്നുള്ളതാണ് ഇവിടെ പറയുക. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കർത്താവ് തന്റെ പ്രതിയോഗികളോട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 2 ദിവസം 3 ദിവസം കൊണ്ട് ഞാനത് പടുത്തുയർത്തും. ഈ ദേവാലയം തന്റെ ശരീരം തന്നെയായിരുന്നു, അതിനെക്കുറിച്ചാണ് യേശു പറഞ്ഞതെന്ന് പിന്നീട് അവർ മനസ്സിലാക്കിയെന്ന് നാം പറയുന്നുണ്ടല്ലോ. ഈ വെളിപാടിന്റെ ചിന്തയും വെളിപാട് ഗ്രന്ഥം തന്നെ രചിച്ച യോഹന്നാനും ഈ ഒരു വലിയ സന്ദേശമാണ് കൈമാറുക. കുഞ്ഞാടാണ് ദേവാലയം, കർത്താവ് തന്നെ ആലയമാണ്. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. ആ സത്യം യേശുവാണ്. യേശു കേന്ദ്രീകൃതമായ ഒരു ആരാധനയുടെ ഭാവി വിദൂരമല്ല എന്ന് ഈ വേദഭാഗത്ത് പറയുകയാണ്. സൂര്യചന്ദ്രന്മാര് അവിടെ കാണുകയില്ല. ദൈവമഹത്വമാണ് അവിടെ പ്രകാശം പരത്തുന്നത്. സൂര്യനും ചന്ദ്രനും പ്രകാശം പരത്തുവാൻ ദൈവം സൃഷ്ടിച്ചു, പക്ഷേ അതിൻ്റെ ആവശ്യം പോലുമില്ല. ദൈവത്തിൻ്റെ പ്രകാശം, മഹത്വം അവിടുത്തെ പ്രകാശം പരത്തും എന്ന് ഈ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയാണ്. അവിടെ രാത്രിയില്ല, അശുദ്ധതയോ വിദ്വേഷമോ കാപട്യമോ ഇല്ല. ജീവജലത്തിന്റെ നദിയും ജീവന്റെ വൃക്ഷവും അവിടെയുണ്ട്. അപ്പോൾ തിന്മകളെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടും, നന്മകൾ കൊണ്ട് ഒരു രാജ്യം നിറയും. അങ്ങനെ ജീവജലത്തിന്റെ അരുവി ഒഴുകും, ജീവന്റെ വൃക്ഷം അവിടെ ഉണ്ടായിരിക്കും. ഇവ പഴയ നിയമ പ്രതീകങ്ങളുടെ സഹായത്തോടെ ഗ്രന്ഥകാരനായ യോഹന്നാൻ വിവരിക്കുകയാണ്. യേശുവിന്റെ ആഗമനം ആസന്നമെന്ന മുന്നറിയിപ്പോടെ, അതിനുള്ള പ്രാർത്ഥനയോടെ വെളിപാട് അവസാനിക്കുകയാണ്. യേശു വരാൻ താമസിക്കുകയില്ല എന്ന്, 2-ാമത്തെ വരവാണ്.
ഉദ്ധിതനായ യേശു രണ്ടാമത് വിധിയാളനായി വരുന്നതിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുക. അതുകൊണ്ടാണ് മനുഷ്യരൊക്കെ ലോകം അവസാനിക്കാറായി, കർത്താവ് വീണ്ടും വരുന്നു നമ്മളെ വിധിക്കുവാനെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ സാങ്കത്യം. ഇങ്ങനെ ഒരു ചിന്ത ഈ വെളിപാട് പുസ്തകം നൽകുകയാണ്. തളരാത്ത പ്രതീക്ഷയാണുള്ളത്. വെളിപാട് തികച്ചും ക്രൈസ്തവമായ ഒരു ഗ്രന്ഥമാണ്. ക്രിസ്തുവാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത്. ക്രിസ്തു കാണിച്ചു കൊടുത്തതും എഴുതുവാൻ ആവശ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ് ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. ഇത് ആരംഭിക്കുന്നിടത്ത് തന്നെ ദൈവം തൻ്റെ ഏകജാതനായ ക്രിസ്തുവിനൊരു ദർശനം നൽകുന്നു. ക്രിസ്തു അത് തൻ്റെ ദാസനായ യോഹന്നാനെ കൈമാറിക്കൊണ്ട് യോഹന്നാനെ കൊണ്ട് അത് എഴുതിക്കുന്നു. അങ്ങനെ 22 അധ്യായങ്ങളുള്ള ഈ വെളിപാട് പുസ്തകം വ്യത്യസ്തങ്ങളായ ദർശനങ്ങളിലൂടെയും വിലാപഗാനങ്ങളിലൂടെയും കാഹളങ്ങളിലൂടെയും ചഷങ്ങളിലൂടെയും എല്ലാം അവതരിപ്പിച്ച് പ്രതീകാത്മകമായിട്ട് അത് നമ്മുടെ മുമ്പിൽ തരികയാണ്. യേശു യുവതയായിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമാണ്. യുവതയായിൽ നിന്നുള്ള, അതുകൊണ്ടാണ് യുവതയാ സമൂഹത്തിൽ അവൻ ജനിക്കുന്നത്. ദാവീദിന്റെ വംശത്തിലാണ് അവൻ ജനിക്കുക. അതുകൊണ്ട് ദാവീദിന്റെ വേരുമാണ്. ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടും സ്വരക്തത്തിൽ നമ്മെ കഴുകി നിർമ്മലരാക്കിയവനും തൻ്റെ വിശ്വസ്ത സാക്ഷികൾക്ക് വിജയകിരീടം നൽകുന്നവനും സർവത്തിൻ്റെയും അധിപനും ഭരണകർത്താവുമാണ് യേശു എന്ന് ഈ വെളിപാട് പുസ്തകം സാക്ഷിക്കുന്നു. അവൻ മരണത്തെ പരാജയപ്പെടുത്തി അവൻ സ്വർഗത്തിൽ വാഴുന്നു. അന്ത്യവിധിക്കായിട്ട് മനുഷ്യപുത്രന്റെ രൂപത്തിൽ മേഘങ്ങളിൽ അവൻ വിധിയാളനായി കടന്നു വരും. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ആരാധനാലയവും ആരാധനയുടെ വിഷയവുമായിട്ട് അവൻ മാറുന്നു. അതാണ് സ്വർഗീയമായ ജെറുസലേം, സ്വർഗീയമായ ആരാധന. അവിടുന്നാണ് അവരുടെ ജീവനും ആനന്ദവും. യേശുവാണ് ആരംഭവും അന്ത്യവും ആൽഫയും ഒമേഗയും. വെളിപാടിന്റെ കേന്ദ്ര ബിന്ദുവും യേശു തന്നെ. സർവ്വതും യേശുവിലേക്ക് ചൂണ്ടുന്നു. വെളിപാടിന്റെ സന്ദേശം സഭയ്ക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. സ്വർഗീയ ആരാധന അനാവരണം ചെയ്യപ്പെടുകയാണ് സഭ. സ്വർഗീയ സദസ്സിൽ നടക്കുന്ന വിജയാഘോഷമാണ് കുഞ്ഞാടിന്റെ വിവാഹം. പീഡിത സഭയ്ക്ക് ആശ്വാസവും ധൈര്യവും പകരുന്ന ഒരു ഗ്രന്ഥമാണിത്. പീഡനങ്ങളും പരാജയവും രക്തസാക്ഷിത്വവും സഭയ്ക്ക് വിധിച്ചിരിക്കുന്നു. അതുണ്ടാകുമ്പോൾ നാം ഭഗ്നാശരാകേണ്ട കാര്യമില്ല. പീഡനങ്ങളുടെ മധ്യേ തല ഉയർത്തി നിൽക്കുന്ന ഒരു സഭയെ ഈ വെളിപാട് പുസ്തകം അവതരിപ്പിക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ സഭയ്ക്കെതിരായിട്ടുള്ള പ്രവണതകൾ കടന്നു വരുമ്പോൾ നാം തിരിഞ്ഞോടേണ്ട കാര്യമില്ല. സഹനത്തിലാണ് സഭയുടെ വിജയം. പീഡിതരുടെ വിശ്വാസത്തിന് ഉണർവും പ്രത്യാശയും ഉത്തേജനവും പകരുന്നതിന് ഈ ഗ്രന്ഥത്തിലൂടെ വിശുദ്ധ യോഹന്നാൻ ശ്രമിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ വെളിപാട് പുസ്തകത്തെക്കുറിച്ചുള്ള ചിന്തകൾ നാം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഇതിൻ്റെ ആമുഖ ചിന്തകളും ഇത് ആരെഴുതിയെന്നും ഏത് കാലഘട്ടത്തിൽ എഴുതിയെന്നും ഇതിൻ്റെ പശ്ചാത്തലം എന്തെന്നും ഇതിൻ്റെ സാഹിത്യരൂപം എന്തെന്നും ഒക്കെ ചുരുക്കമായി നാം പറഞ്ഞു. ഇതിൻ്റെ ദൈവശാസ്ത്ര ക്രിസ്തു ദർശനത്തെക്കുറിച്ച് നാം സൂചിപ്പിച്ചു. ഇന്ന് 1 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിലൂടെ നാം കടന്നു പോകുകയായിരുന്നു. അവിടെ വ്യത്യസ്തമായ ദർശനങ്ങളും പ്രതീകങ്ങളും നമ്പറുകളും എല്ലാം അടങ്ങുന്ന ആ അവതരണ ശൈലിയിൽ അതിന് പ്രത്യേകമായ അർത്ഥം കൊടുത്തുകൊണ്ട് ഒരു ക്രിസ്തു ദർശനം പ്രത്യേകമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് പ്രയാസങ്ങളുടെ കഷ്ടതകളുടെ മധ്യേ തീർന്നു പോകുന്നതല്ല വിശ്വാസികളുടെ ജീവിതമെന്നും അത് സഭയായി നിൽക്കുമ്പോൾ കുഞ്ഞാടുമായിട്ടുള്ള വിവാഹബന്ധത്തിൽ സുദൃഢമാണെന്നും അതുപോലെ തന്നെ നാം പ്രത്യാശയോടെ ജീവിച്ച് മഹത്വ കിരീടമണിയേണ്ടവരാണെന്നും വിശുദ്ധ യോഹന്നാൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ വചനത്തിലൂടെ നമുക്ക് വെളിപാടിന്റെ പുസ്തകത്തിന്റെ അല്പം നിഗൂഢമായ കാര്യങ്ങൾ ദൈവികമായ ദർശനത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.